ഏതെങ്കിലും ഒരു പൊതുവായ സ്ഥാപനം, ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥാപനം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ ഒന്നിച്ച് തുടങ്ങാൻ ഈ പ്രക്ഷേപകർക്കും കേബിൾ ഓപ്പറേറ്റേഴ്സിനും കഴിയണമെന്ന് ഞാൻ പറയും. നമുക്കൊരുപാട് പോരടിക്കാൻ കാരണങ്ങളുണ്ടാകും. എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതവും അസ്തിത്വവും തന്നെ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു. മാത്രമല്ല, ബഹിരാഷ്ട്ര കുത്തകൾ വന്നിറങ്ങുന്നു, അവരുയർത്തുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. അപ്പോൾ അവരുടെ ചലഞ്ചസിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഒരുപാട് സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷേ എനിക്കിപ്പോഴും വ്യക്തമല്ല ഒരു കേബിൾ കമ്പനിയും ഒരു പ്രക്ഷേപകനും തമ്മിൽ എങ്ങനെയാണ് ഒന്നിച്ചു പോകാൻ കഴിയുക. പക്ഷേ ചിലപ്പം നമ്മൾ സംസാരിച്ചിരുന്നാൽ ഒരുപാട് മേഖലകളിൽ ചിലപ്പം നമുക്ക് സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതോടൊപ്പം തന്നെ കള്ള നാണയങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് എന്നുകൂടി എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ ഈ അടുത്തിടെ എനിക്ക് പരിചയമുള്ള ഒരു സ്നേഹിതനോട് ഞാൻ എൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്ത ഒരാളാണ്, ഒരു സംശയം ഇയാളോട് ചോദിക്കണം എന്ന് കരുതി. അപ്പോഴാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ കള്ളത്തരത്തിൻ്റെ തലപ്പത്ത് ഈ മനുഷ്യനുണ്ട്. ഞാൻ അമ്പരന്ന് പോയി, ശരിക്കും ഷോക്ക്ഡായി പോയി. അയാളോടാണ് ഞാൻ ഒരു ഉപദേശം തേടി പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ള നാണയങ്ങൾ, കാരണം ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇന്ന് കാണുന്നതിനൊക്കെ ഇന്ന് നമ്മൾ കാണിക്കുന്നതിനൊക്കെ അപകടം പിടിച്ചതാണെങ്കിൽ നാളെ നമ്മൾ പിഴമൂളേണ്ടി വരും. അത് മാത്രമല്ല, ഞാനൊരിക്കലും ഒരാളോട് ചോദിച്ചു, അയാൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൽ വളരെ പിന്നോക്കമാണ്. അയാൾ പൊതുവെ ഇൻകം ടാക്സിൽ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇതൊരു ഗവൺമെൻറ് മണിയാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നില്ല. അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ സമാധാനത്തോടെ നടക്കുന്നു, എന്നാൽ നാളെ ഒരു 10-60,000 രൂപ ശമ്പളമുള്ള ഒരു ഇൻ്റലിജൻസ് ഓഫീസിൻ്റെ മുന്നിൽ പോയി നിന്നാൽ നിങ്ങൾ മൂത്രം ഒഴിക്കും. അയാൾ ചോദിക്കുന്ന വൃത്തികെട്ട ചോദ്യത്തിനൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യയിലെ ഇൻകം ടാക്സ് റൂളുകളും ഡിജിറ്റൽ നിയമങ്ങളും എല്ലാം തന്നെ വളരെ കടുകട്ടിയാണ്. ഞാൻ സ്നേഹബുദ്ധിയെ ചിലരോട് പറയാറുണ്ട്, നിങ്ങൾ കമ്പനിയുടെ ഡയറക്ടർമാരായി സ്ത്രീകളെ വയ്ക്കരുതെന്ന്. താങ്ങാൻ പറ്റത്തില്ല. കാരണം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ, ഓരോ നിയമത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് 7 കൊല്ലം വരെ തടവ്, അതിൻ്റെ കൂടെ 50,000 രൂപയും കെട്ടിവെക്കണം. അതാ ഏറ്റവും വലുതെന്നാണ് പറയുന്നത്, 50,000 കെട്ടിവെക്കുന്നത്. അതായത് ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ തടവ് വിധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ, ഞാൻ ഫെമയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണ നിയമങ്ങൾ ഉണ്ട്. സ്ത്രീകൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത നിയമങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ അതിശക്തമായി ഡിജിറ്റൽ ലോകത്ത് എന്തും വെളിപ്പെടാനുള്ള വഴി വളരെ സാധ്യതയാണ്. അറിയുമോ അറിയില്ല എനിക്ക്. കേരളത്തിലെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മാത്രം ക്രിപ്റ്റോ വഴി 600 കോടിയുടെ കള്ളപ്പണമാണ് ഗൾഫ് നാടുകളിലേക്ക് ഒഴുകുന്നത്. നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു ഞാൻ ഈയിടെ. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ക്രിപ്റ്റോ കറൻസി. അതിൻ്റെ വാലറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ഇത്തിരി പാടാ. പക്ഷേ അതിലേക്ക് കടന്നാൽ ഈ ലോകത്ത് നടക്കുന്ന, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എന്ന് വെച്ചാൽ ഇത്രയും ഒരു ജനാധിപത്യ മര്യാദയുള്ള ഒരു നല്ല സുന്ദരമായ ഈ പ്രദേശത്തുനിന്ന് ഇത്രയും കോടി രൂപ ക്രിപ്റ്റോ വഴി കടത്തിക്കൊണ്ടുപോകുന്ന ആളുകളുടെ എണ്ണം കൊച്ചിയിൽ തന്നെ കൂടി വരുന്നു എന്നുള്ളത് ഒരു ടെലിവിഷൻ വാർത്താമുറിയിൽ നിന്ന് പിറവിയെടുക്കുന്ന ഒരു സാധനമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ കള്ളനാണയങ്ങളെ ഇങ്ങനെയുള്ള ഒരു കാരണവശാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അതല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ നിങ്ങളെ കുറ്റം വിധിക്കും എന്നാളിൽ പറയില്ലേ, അതുപോലെ വിധിക്കും. ആ വിധിക്കപ്പെടുന്നതിന് ഒരിക്കലും സാക്ഷിയാകരുത്. കാരണം നമ്മൾക്ക് ജീവിതത്തിൽ എന്താ വേണ്ടത്? ജീവിതത്തിൽ സമാധാനം വേണം. നമുക്ക് കിടന്നാലുടനെ ഉറക്കം വരണം. നമ്മുടെ കുട്ടികളും നമ്മുടെ ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് നമുക്ക് ശിഷ്ട ജീവിതം ജീവിച്ച് തീർക്കണം. അവിടെ നമുക്ക് നിയമത്തിൻ്റെ കീറാമുട്ടികൾ വന്ന് നമ്മളെ വരിഞ്ഞു മുറുക്കരുത്. അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയരുത്. ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കതൊന്നും താങ്ങാൻ പോലും കഴിയില്ല. ഒരുപാട് അഭിഭാഷകരൊക്കെ നമുക്ക് സംരക്ഷണത്തിന് വരും. പക്ഷേ ആത്യന്തികമായി പ്രതിക്കൂട്ടിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമുക്ക് മാത്രമാണ് മനസാക്ഷിയുടെ കോടതിയിൽ നമുക്ക് ശിക്ഷ വിധിക്കപ്പെടുക എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രക്ഷേപണ കാലം കുറച്ചുകൂടെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട സമയമായി എന്നും, അതുമാത്രമല്ല പ്രക്ഷേപണ ലോകം പുതിയ ശാസ്ത്ര സാധ്യതകളിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനിടയിൽ പെട്ടുപോകുന്ന മനുഷ്യർ ചതഞ്ഞരയുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടും നമുക്കൊരു പുതിയ ഒരു ബ്രോഡ്കാസ്റ്റ് സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ? ഞാനിപ്പോൾ ഇത്രയും പ്രായമായിട്ടും ഞാൻ പറയുന്നത് ഒരു പുതിയ പ്രക്ഷേപണ സംസ്കാരം അതിൻ്റെ വിന്യാസത്തിലും അതിൻ്റെ വിതരണത്തിലുമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കുറേ കാലം കൂടി ഈ സ്ഥാപനത്തെ നമുക്ക് പിടിച്ചുകൊണ്ടു പോകാൻ കഴിയും. കാര്യം എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ അന്നമാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതോടൊപ്പം ഈ സ്ഥാപനം, അപ്പോൾ ഈ കേരള വിഷൻ തന്നെ 1000 കോടിയിലേക്കോ കടന്നപ്പോൾ ഞാൻ നിങ്ങളെക്കാളും സന്തോഷിച്ച ആളാണ്. കാര്യം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം വെല്ലുവിളികൾക്ക് നടുവിൽ നിന്നൊരു സ്ഥാപനം 1000 കോടി ക്ലബിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ നേട്ടമായിട്ടല്ല ഞാൻ കാണുന്നത്. അപ്പോൾ അത് അത്രയും വലിയ നേട്ടങ്ങൾ ഇപ്പോൾ ഷാജിയോട് സംസാരിക്കുമ്പോൾ അതേ 4000 കോടി കടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത്ഭുതമാണ്.
4000 കോടിയുടെ വിറ്റുവര ഉള്ള ഒരു സ്ഥാപനം അദ്ദേഹത്തിന് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ആ മനുഷ്യനെ ആദരിച്ചു പോകും. നമ്മൾ എന്ന് പറയുന്ന പോലെ നമുക്കിത് കേരള വിഷനൊരു അത്ഭുതമാണ്. അതോടൊപ്പം മനുഷ്യൻ്റെ കണ്ണീരും നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇനി നമുക്ക് എല്ലാ വർഷവും ഞാനിവിടെ ഉണ്ടല്ലോ, അടുത്ത വർഷവും ഈ കേബിൾ ഇതിന് സിദ്ദിഖ് ജി എന്നെ വിളിക്കും. അതുകൊണ്ട് ഇന്ന് പറഞ്ഞതിന് എന്തെങ്കിലും സംശയം വന്നാൽ നിങ്ങൾ അടുത്ത കൊല്ലം ചോദിച്ചാലും മതി. അന്ന് സ്ഥിതിയിലൊന്നും മാറാൻ പോകുന്നൊന്നുമില്ല. ഇതുപോലെ തന്നെ അന്ന് ഞാൻ മറുപടി പറയാം. ഗുഡ് ബൈ.